in his cock, mask on my face. Hesitate to give me some, I'ma catch a murder case. Gun on my Glock, in his cock, mask on my face. Hesitate to give me some, I'ma catch a murder case. Hey guys, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കേരളാസ് ഫസ്റ്റ് ഗ്ലോയിങ് MT15 ആണ്. നമ്മുടെ കൂടെ ഉള്ളത് സുബിൻ. സോ നമുക്ക് ഇന്നത്തെ വീഡിയോസിനകത്ത് ഈ വണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മളിപ്പോൾ ഏതിന്റെ കിറ്റാണ് കയറ്റിയേക്കുന്നത്? എക്സ്3 കിറ്റ് ആണ് കയറ്റിയേക്കുന്നത്. ബ്രോ എന്താണ് MT15 എടുത്തിട്ട് എക്സ്3 കിറ്റ് കയറ്റാനുള്ള ഫസ്റ്റ് തോന്നിയതിന്റെ കാരണം? അതായത് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് നോക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ എല്ലാരും പെയിന്റ് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു, എക്സോസ്റ്റ് വെക്കുന്നു. അപ്പൊ അതിലൂടെ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാവുന്ന വെറൈറ്റി ആയിട്ട്. ഇതിപ്പോ കേരളാസ്, നിങ്ങൾ കേൾക്കണം, ഇതിപ്പോ കേരളാസ് ഫസ്റ്റ് MT15 ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് രാത്രി ഗ്ലോ ചെയ്യും. ഇത് വേറെ ഞാൻ കണ്ടിട്ടില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. പിന്നെ ഇതിന് സിയാൻ ബ്ലൂ കളേഴ്സ് ആണ് വന്നേക്കുന്നത്. ബ്രോ ശരിക്കും ഈ വണ്ടി ഇൻസ്പയർ ആയിട്ടുണ്ടോ ഏതെങ്കിലും വണ്ടി വെച്ച് കണ്ടിട്ട്? തീർച്ചയായിട്ടും നമ്മള് ഓരോ വണ്ടി കാണുമ്പോൾ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ വരുമല്ലോ. അങ്ങനെ ഞാനും എടുത്താൽ കൊള്ളാം, നമുക്കും അതുപോലൊക്കെ ആവാം അവരെ പോലെയൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി റോട്ടിൽ വെച്ച് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തത് ഇതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ കളറും ഇതിൽ കയറ്റിക്കുന്ന കിറ്റുമാണ്. പിന്നെയാണ് ഞാൻ ഫർദറായിട്ട് ഇത് കൂടുതൽ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഇതിന്റെ പ്രത്യേകത ഇത് കേരളാസ് നമ്പർ 1 ആണെന്ന് ഞാൻ അറിയുന്നതും ഇതിന് ഇങ്ങനെ രാത്രി ഗ്ലോ ചെയ്യുന്ന സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. ബ്രോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എങ്ങനെയാണ് ഈ ഒരു കളർ ചൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വന്നത്? കളർ ചൂസ് ചെയ്യാൻ നമ്മൾ ആദ്യമേ നോക്കും, ഇതുപോലെ ആരെങ്കിലും ഏതെങ്കിലും ഒരു കളർ ചെയ്തിട്ടുണ്ടോ. നമ്മൾ ഒരാൾ ചെയ്ത കളർ തന്നെ കോപ്പി ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ആരും ചെയ്യാത്ത കളർ ഉണ്ടോ നോക്കി കുറെ സെർച്ച് ചെയ്തു. അങ്ങനെ ഒരു ഐഡിയയിൽ വന്നൊരു കളറാണ്. ഇപ്പൊ ഗ്ലോയിങ്ങിന്റെ ആ ഒരു സംഭവം മനസ്സിലേക്ക് വരാനുള്ള കാരണം? ഗ്ലോയിങ്ങിന്റെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നമ്മൾ നോക്കാം. അതായത് ഇപ്പം ഒരു ഡ്യൂക്ക് Z1 ചെയ്തിട്ടുണ്ട്, അതായത് ഫൈൻ സ്ക്യൂരറ്റ്. അപ്പൊ അതിലൊരു ലൈറ്റിന്റെ ഒരു എഫക്ട് വന്നപ്പം നമ്മൾ ആ ഒരു ഐഡിയയിൽ വേറെ എന്തെങ്കിലും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അതെ അങ്ങനെ നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കിട്ടിയ ഒരു ഐഡിയ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു ഐഡിയ ആണ്. കാരണം ഇങ്ങനൊരു MT വേറെ ഇല്ല. അപ്പൊ ഈ പാർട്സും കാര്യങ്ങളൊക്കെ ബ്രോ എവിടെ നിന്നാണ് സെറ്റ് ചെയ്തത്? പാർട്സ് ഞാൻ വാങ്ങിയത് കൊല്ലം ഗിയറോണിന്നാണ്. ഓക്കെ. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോ അവര് നമുക്ക് ഡെലിവറി ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് എക്സ്3 കിറ്റ് എടുത്തത്. എക്സ്3 കിറ്റ് ചേച്ചി ചെയ്തേക്കുന്നത് വെച്ച് എക്സ്3 കിറ്റ് നല്ല രീതിയിൽ വണ്ടിക്ക് സ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടപ്പോൾ തന്നെ നല്ലൊരു ബൾക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക്. കാരണം ആ ഒരു എടുപ്പ് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ ഒരു ഐഡിയ എന്താ ഇപ്പൊ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എത്രയായിരുന്നു? പ്രൈസ് എക്സ്3 കിറ്റിന് വരുന്നത് ഒരു 2500 അതിനകത്ത് ആണ് വരുന്നത്. ഓക്കെ. പിന്നെ ബ്രോ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് എഞ്ചിൻ വൈസ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല എഞ്ചിൻ വൈസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അണ്ടർബെല്ലി മാറ്റിയിട്ടുണ്ട്. പിന്നെ സീറ്റ് കവർ വെച്ചിട്ടുണ്ട്, മഡ് ഗാർഡ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ എക്സോസ്റ്റും കാര്യങ്ങളും എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രംബോയുടെ ബ്രേക്കിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹൈഡ്രോളിക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ കളർ തന്നെയാണോ ചെയ്തത്? അല്ല, ഇതിനു മുമ്പ് ഒരു വയലറ്റ് ഉണ്ടായിരുന്നു. വയലറ്റ് ആയിരുന്നു ഞാൻ ചെയ്തത്. ഓക്കെ. അത് കഴിഞ്ഞ് ഈ സിറിയ ബ്ലൂയിലേക്ക് വന്നത്? വയലറ്റ് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് വയലറ്റ് എന്റേതായിരുന്നു. പിന്നെ അത് കുറെ കോപ്പി വന്നായിരുന്നു. വയലറ്റ് കുറെ ഒരു 3-4 ഞാൻ കണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാനങ്ങ് മാറ്റാന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റിയതാണ്. ഇപ്പൊ യൂണിക് കളർ ഇപ്പം വേറെ ആർക്കും അങ്ങനെ ഇല്ല. ഓക്കെ. അപ്പൊ പിന്നെ സീറ്റ് കവളും കാര്യങ്ങളും വന്നേക്കുന്നത്. അപ്പൊ എത്ര രൂപ അതിന്റെ പൈസ? സീറ്റ് കവൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത്. നോൺ പെയിന്റ് ആണ് വന്നത്. അതായത് 700-800 സംതിങ്. ഓക്കെ. അത് പിന്നെ കൊണ്ടുവന്ന് പെയിന്റ് ചെയ്തു. പിന്നെ അണ്ടർബെല്ലിയും പാർട്സും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് ബ്രോ എത്ര രൂപയായിരുന്നു? അണ്ടർബെല്ലി ഞാൻ സെക്കൻഡ് എടുത്തതാണ്. അതായത് പുതിയത് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ കുറെ അന്വേഷിച്ചായിരുന്നു. അങ്ങനെ സെക്കൻഡ് കിട്ടിയാണ്. RCD ആണ് അണ്ടർബെല്ലി വരുന്നത്. RC390 BS4 അതെ. പക്ഷെ അത് നല്ല രീതിയിൽ വണ്ടി ചേരുന്നുണ്ട് കേട്ടോ. വണ്ടിക്ക് സ്യൂട്ട് ആവുന്നുണ്ട് വെച്ചേക്കുന്നത്.
അത് നമ്മൾ എക്സ്ട്രാ ഒരു ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ഒരു ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അത് സ്യൂട്ടായിട്ട് അതിനകത്ത് ഇരിക്കത്തുള്ളൂ. ബ്രോ ഫസ്റ്റ് ഈ കളർ തന്നെയാണോ ചെയ്തത്? അല്ല, ഇതിനു മുമ്പ് ഒരു വയലറ്റ് ഉണ്ടായിരുന്നു. വയലറ്റ് ആയിരുന്നു ഞാൻ ചെയ്തത്. ഓക്കെ. അത് കഴിഞ്ഞ് ഈ സിറിയ ബ്ലൂയിലേക്ക് വന്നത്? വയലറ്റ് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് വയലറ്റ് എന്റേതായിരുന്നു. പിന്നെ അത് കുറെ കോപ്പി വന്നായിരുന്നു. വയലറ്റ് കുറെ ഒരു 3-4 ഞാൻ കണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ പിന്നെ ഞാനങ്ങ് മാറ്റാന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റിയതാണ്. ഇപ്പൊ യൂണിക് കളർ. ഇപ്പം വേറെ ആർക്കും അങ്ങനെ ഇല്ല. ഓക്കെ. അപ്പൊ പിന്നെ സീറ്റ് കൗളും കാര്യങ്ങളും വന്നേക്കുന്നത് അപ്പൊ എത്ര രൂപ അതിന്റെ പ്രൈസും? സീറ്റ് കൗൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത്. ബ്രോ അപ്പൊ സീറ്റ് കൗളും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അപ്പൊ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എത്രയായിരിക്കും? സീറ്റ് കൗൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഓൺലൈനില് നോൺ പെയിന്റ് ആണ് വന്നത്. അതായത് 700-800 സംതിങ് റേറ്റ്. ഓക്കെ. അത് പിന്നെ കൊണ്ടുവന്ന് പെയിന്റ് ചെയ്തു, അങ്ങനെ എടുത്തതാണ്. പിന്നെ അണ്ടർബെല്ലും പാർട്സും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് ബ്രോ എത്ര രൂപയായിരുന്നു? അണ്ടർബെല്ല് ഞാൻ സെക്കൻഡ് എടുത്തതാണ്. അതായത് പുതിയത് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ കുറെ അന്വേഷിച്ചായിരുന്നു. അങ്ങനെ സെക്കൻഡ് കിട്ടിയാണ്. RCD ആണ് അണ്ടർബെല്ല് വരുന്നത്. RC 390 BS4ന്റെ. അതെ. പക്ഷെ അത് നല്ല രീതിയിൽ വണ്ടി ചേരുന്നുണ്ട് കേട്ടോ. വണ്ടിക്ക് സ്യൂട്ട് ആവുന്നുണ്ട് വെച്ചേക്കുന്നത്. അത് നമ്മൾ എക്സ്ട്രാ ഒരു ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ഒരു ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് സ്യൂട്ടായിട്ട് അതിനകത്ത് ഇരിക്കത്തുള്ളൂ. നമുക്കിപ്പോ ഇതിനകത്ത് വരുന്നത് 390യുടെ മഡ്ഗാർഡ് അല്ലേ? അതെ 390യുടെ മഡ്ഗാർഡ് ആണ്. ഓവറോൾ എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ കണ്ടേക്കുന്നതിൽ വെച്ച് എനിക്ക് വൺ ഓഫ് ദി മോസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു MT ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതിന്റെ മാക്സിമം സുബിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എക്സ്ട്രാ ആയിട്ട് ഇനിയിപ്പം ചെയ്യാനുള്ള പ്ലാൻ എന്താ? എക്സോസ്റ്റിന്റെ ബെൻഡ് പൈപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ബെൻഡ് പൈപ്പ് നമുക്ക് സീറ്റിന്റെ അടിയിൽ ഇതായത് പുറത്തായിട്ട് വരുന്ന ഒരു രീതിയിൽ ഒരു ഐഡിയ ഉണ്ട് ചെയ്യാൻ. അത് ചെയ്തു വരുമ്പോഴത്തേക്ക് നല്ലൊരു ഇവിടത്തേക്ക് വരുമല്ലേ? അതെ, ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വരും എക്സോസ്റ്റ് വരും. അതെ. അപ്പം അത് ഉടനടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇടാം. നമ്മൾ പിന്നെ വെച്ചേക്കുന്നത് ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഗാർഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഈ ഗാർഡിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എത്ര വരുന്നത്? ഗാർഡ് വരുമ്പം 1800 സംതിങ് വരും. ബ്രോ നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിക്കുമോ? ഓക്കെ. DB വെച്ചിട്ടുള്ള സൗണ്ട് ആട്ടോ നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ആരാണ്? ഡിസൈൻ ചെയ്തേക്കുന്ന ഡ്യൂക്ക് മാൻ, തൃശ്ശൂരുള്ളതാണ്. ഓക്കെ. പുള്ളിയാണ് ഡിസൈൻ ചെയ്തതല്ല. ഡിസൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പോൾ പുള്ളി ഇപ്പോൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന? ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആണ് ഡ്യൂക്ക് മാൻ എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഡ്യൂക്ക് മാൻ എന്നാണ്. അപ്പം ആരെങ്കിലുമൊക്കെ മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ ഇതിപ്പോൾ ഈ പെയിന്റ് ജോബും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ചെയ്തേക്കുന്നത്? പെയിന്റ് ഒക്കെ ചെയ്തേക്കുന്നത് പത്തനംതിട്ട ലോറ എന്നാണ്. ലോറ ഓട്ടോമോട്ടീവ്, അവിടെയാണ് ചെയ്തേക്കുന്നത്. പെയിന്റും വർക്കെല്ലാം അവിടെയാണ് ചെയ്തേക്കുന്നത്. ബ്രോ യൂസ് ചെയ്തേക്കുന്ന ടയർ സിയറ്റിനാണല്ലേ? അതെ, സിയറ്റിന്റെ സൂമറാഡാണ് ചെയ്തേക്കുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ടയറാണ്. 160 ആണ് സൈസ് വന്നേക്കുന്നത്. 160 ആണ് സൈസ് വന്നേക്കുന്നത്. ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണ്. ബ്രോ കോർണറിങ്ങിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കർവൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം ബ്രേക്കിംഗ് ഒക്കെ ആണെങ്കിലും നല്ലതാണ്. സ്കിഡായി മാറത്തൊന്നുമില്ല. ഇതിന്റെ സ്റ്റോക്ക് വരുന്നേക്കുന്ന എത്രയായിരുന്നു? 150 ആണ്. അപ്സൈസ് ചെയ്തിട്ട് 150-140 ആണെന്ന് തോന്നുന്നു. ഓക്കെ. ഇത് അപ്സൈസ് ചെയ്തിട്ട് വ്യത്യാസങ്ങൾ ഇല്ല, നല്ലതാണ്. കോർണറിംഗ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലതാണ്. പവർ ഡ്രോപ്പ് ഒന്നും വന്നിട്ടില്ല? ഇല്ല. ഓക്കെ. മൈലേജും കാര്യങ്ങളും ഇപ്പം എത്ര സ്റ്റോക്കിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? സ്റ്റോക്കിൽ എനിക്കൊരു 50 above കിട്ടുന്നുണ്ട്. അന്യായ മൈലേജ് ആണ്. കാരണം വണ്ടിക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ ലുക്കും പിന്നെ നല്ലൊരു മൈലേജും തരുന്ന വണ്ടിയാണ് MT. അത് നമ്മൾ ഇത്രയും മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ആ ഒരു മൈലേജും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് പൊളിയാണ്. അപ്പോൾ ഇതിന്റെ മെയിൻ പ്രത്യേകത വരുന്നത് രാത്രി ഗ്ലോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ വീഡിയോസ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പിന്നെ സണ്ണുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ കിട്ടത്തില്ല, രാത്രിയാവണം. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും. സോ ബ്രോ താങ്ക് യു. ഓക്കെ, താങ്ക് യു. പരിചയപ്പെട്ടതിലും വണ്ടി തന്നതിലും വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ. പിന്നെ നമ്മുടെ സുധിൻ്റെ അക്കൗണ്ട് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. On my block, in this cock, mask on my face. Hesitate to give me some, I'ma catch a murder case. On my block, in this cock, mask on my face. Hesitate to give me some, I'ma catch a murder case. Dirty on the clock when I get guap, whipping on the scene when I get clean, lean on the beat, not mean, that's it, not a mean to take the key, when I mean to take the key, when I mean to get dirty on the clock when I get guap, whipping on the scene when I get clean, lean on the beat, not mean, that's it, not a mean to take the key, when I mean to take the key, when I mean to get
hesitate to give me some. I'ma catch a murder case. On my Glock, in this cop, mask on my face. Hesitate to give me some. I'ma catch a murder